ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വചനം ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്ന് ശിഷ്യന്മാർ ആവശ്യപ്പെടുന്ന അവരുടെ ഒരു ആഗ്രഹത്തെക്കുറിച്ചാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ ധ്യാന ചിന്തയിൽ എടുക്കുവാനിടയായി തീർന്നത്. അവർ കർത്താവിനോട് പറയുന്നത്, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണം. ദൈവമക്കളെ, ദൈവവചനം വർദ്ധനവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. മാറ്റങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ആളുകൾ അവരുടെ ജീവിതം മാറുന്നു, അവരുടെ ചിന്തകൾ മാറുന്നു, വിചാരങ്ങൾ മാറുന്നു. ഇതൊക്കെ ഈ പകൽക്കാലം നാം അറിഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്യണം. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിമ മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കുന്നത് നിങ്ങൾ വർദ്ധിച്ച് പെരുകണമെന്ന്. പ്രൈസ് ദി ലോർഡ്. കേവലം 2 പേരായിട്ട് മാത്രമല്ല, വർദ്ധിക്കണമെന്ന്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മനുഷ്യർ പെരുകി തുടങ്ങിയെന്ന്, ഭൂമിയിൽ നിറയുവാൻ തുടങ്ങിയെന്ന്. അപ്പം ദൈവത്തിൻ്റെ ആഗ്രഹം എപ്പോഴും മനുഷ്യരോടുള്ള ബന്ധത്തിൽ നല്ല വർദ്ധിക്കണം, ഉയരണം. അത് ദൈവത്തിൻ്റെ മനസ്സിൽ കിടക്കുന്ന ആഗ്രഹം. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്ന ആളുകളും അവരുടെ മനസ്സിനകത്ത് ആ ചിന്തകൾ കൊണ്ട് നിറയുകയും ഈ ശിഷ്യന്മാർക്ക് വിശ്വാസമില്ലാത്തവരല്ല. നമുക്കറിയാം, ഗന്നസരേത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോഴാണ് പത്രോസ് ശൂന്യതയുടെ പടകിനകത്തേക്ക് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ വലയും പടകും ഒക്കെ നിറഞ്ഞ പടകും വലയും വിട്ടിട്ട് പത്രോസ് കർത്താവിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചയാളാണ്. അപ്പോൾ കർത്താവിന് വിശ്വാസമില്ലായൊന്നും ഇവർക്കില്ല. പക്ഷേ യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ അവർ പറയുന്നു, ഇത് പോരാ, കുറെ കൂടെ വർദ്ധിച്ച് ഞങ്ങൾക്ക് വരണം, കുറെ കൂടെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. ഇവർക്ക് പ്രാർത്ഥിക്കാൻ അറിയാത്തവരൊന്നുമല്ല. നമുക്കറിയാം, ഒരു യഹൂദൻ്റെ പ്രാർത്ഥന എന്നുള്ളത് കുറഞ്ഞത് 3 നേരമെങ്കിലും ഒരു ദിവസം അവർ പ്രാർത്ഥിക്കും. അതിൽ കൂടുതലാ. ഉപവസിക്കുന്നവരാ, പതാരം കൊടുക്കുന്നവരാ, ദശാംശം കൊടുക്കുന്നവരാ ഈ ശിഷ്യന്മാർ, യഹൂദന്മാരാ. അപ്പോൾ ഇവർക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യാത്തവരല്ല. പക്ഷേ അവർ പറയുക, ഇന്നലകൾ പ്രാർത്ഥിച്ചതുപോലെ അല്ല, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അപ്പോൾ അവരുടെ ആഗ്രഹം കണ്ടില്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നവൻ്റെ ആഗ്രഹം വർദ്ധിക്കണം, കുറെ കൂടെ മെച്ചമാകണം, കുറെ കൂടെ ശ്രേഷ്ഠമാകണം എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് പോകുന്ന ആളുകൾ മരിക്കണം, തകരണം, നശിക്കണം. അതാണ് അവൻ്റെ ആഗ്രഹം. കർത്താവായ യേശു ക്രിസ്തു ഒരു ഭൂതഗ്രസ്തനായ മനുഷ്യനോട് ചോദിക്കുന്ന ആഗ്രഹത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. യേശു ഭൂതത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിന്റെ പേരെന്ന്? അവൻ പറയുന്നത് ലെഗ്യോൻ എന്ന്. സ്വന്തം പേര് പോലും പിശാച് പറയിപ്പിക്കുന്നില്ല എന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, അവൻ്റെ ആഗ്രഹം, ഭൂതത്തിൻ്റെ ആഗ്രഹം കേട്ടോണം, പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുത്
എന്നിട്ട് വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. അവിടേക്ക് കടക്കുവാൻ അനുവാദം തരണമെന്ന് ആവശ്യപ്പെട്ടു. അനുവാദം കൊടുത്തു. ഭൂതങ്ങൾ ആ മനുഷ്യനെ വിട്ട് പന്നിക്കൂട്ടത്തിൽ കടന്നു കടുംതൂക്കത്തോടെ തടാകത്തിലേക്ക് പാഞ്ഞ് വീർപ്പ് മുട്ടിച്ചത്തു. നോക്ക്, ഒരു മനുഷ്യന്റെ മേൽ പിശാച് കയറിയാൽ, അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയാൽ, അവന്റെ ആഗ്രഹം കണ്ടോ, പന്നിക്കൂട്ടത്തിൽ കയറി എന്നുള്ളതല്ല, ആ പന്നിയെ വെള്ളത്തിനകത്ത് കൊണ്ടുപോയി മുക്കിക്കൊന്നു എന്നാണ്. അപ്പോൾ നോക്കണം, ആ ആഗ്രഹത്തെക്കുറിച്ച് പറയാനാ വന്നത്. സ്തോത്രം. ഇപ്പൊ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഒരു മനുഷ്യൻ വരുമ്പോൾ അവന്റെ ആഗ്രഹം വർദ്ധിക്കണം, ഉയരണം, ശ്രേഷ്ഠതയിൽ പോകണം, പ്രാർത്ഥിക്കാൻ പഠിക്കണം, വിശ്വാസം വർദ്ധിക്കണം, ഈ ആഗ്രഹം. സ്തോത്രം. എന്നാൽ നോക്കണം, ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നും പിശാചിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ, പിശാച് ഒരു മനുഷ്യന് കയറിയാൽ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ശവക്കല്ലറയിൽ കൊണ്ടുപോകുന്നു, ശവക്കല്ലറയിൽ പാർപ്പിക്കുന്നു. സ്വന്തം പേര് പറയാൻ അവന് പറ്റുന്നില്ല. പിന്നെ അവനോട് എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കിക്കൊല്ലണം. ചിന്തിച്ചു നോക്കി, നല്ല ആഗ്രഹങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചിന്ത. സ്തോത്രം. അദ്രിയ കടലിൽ 14 ദിവസം നക്ഷത്രങ്ങളെ പോലും കാണാതെ, ആഹാരം കഴിക്കാതെ പത്രോസ് കയറിയ ഒരു കപ്പൽ കറങ്ങി നടക്കുകയും അവിടെ 27-ാം അധ്യായം, അപ്പോസ്തലരുടെ 27-ാം അധ്യായത്തിൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോയി. അപ്പം നോക്കണം, അവരുടെ ആഗ്രഹം എന്ന് വെച്ചാൽ ആഹാരത്തിന് ആഗ്രഹമില്ല, ഒന്നിനെക്കുറിച്ചും ആഗ്രഹമില്ല, ഇനി ആശിക്കാൻ ഒന്നുമില്ല എന്നുള്ള ചിന്ത അവരെ ഭരിക്കുമ്പോൾ, സ്തോത്രം, പൗലോസ് അവിടെ പറയുന്ന ഒരു വാക്ക്, സ്തോത്രം, അതിൻ്റെ 34-ാമത്തെ വാക്യമാണ്. ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങൾ ഓരോരുത്തൻ്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകുകയില്ല, നിശ്ചയം. ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം എടുത്ത് എല്ലാവരും കാണുക, ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. നോക്കണം, ഒരു കപ്പൽ തകർന്നു പോകുക, അതിൻ്റെ ആ കപ്പലിൻ്റെ ഓരോ പലകയും ഇളകുകയാണ്, അതിൻ്റെ ഓരോ ഓട്ടയിലൂടെയും വെള്ളം കയറുകയാണ്. ആ കപ്പൽ കരയ്ക്ക് കയറുമെന്നുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടു, ആശ നഷ്ടപ്പെട്ടു, എല്ലാ ആശയും നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ നോക്കണം, ഒരു ദൈവഭക്തനായ മനുഷ്യനകത്ത് നിന്ന് എഴുന്നേറ്റ് പറയുകയാണ്, നിങ്ങളാരും നശിച്ചു പോകത്തില്ല, നാം എല്ലാവരും ഹല്ലേലൂയ സ്തോത്രം, ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറഞ്ഞ് അവരുടെ മുമ്പാകെ ആഹാരം എടുത്ത് ഭക്ഷിക്കുമ്പോൾ മറ്റുള്ളവരും ധൈര്യപ്പെട്ട് ആഹാരം ഭക്ഷിക്കും. നോക്കണം, സ്തോത്രം, ദൈവത്തിൻ്റെ അടുക്കൽ നിൽക്കുന്ന ആളുകൾക്ക് എപ്പോഴും പ്രത്യാശയുടെ വാക്കുകളാണ്, പ്രതീക്ഷയുടെ വാക്കുകളാണ്, മുൻപോട്ടോ പോകാനുള്ള ആഹ്വാനമാ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഹല്ലേലൂയ നമുക്ക് ലഭിക്കുവാനിടയാകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം, ഏലിയാവ് ആ വിധവയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, ആ വിധവ സ്തോത്രം, അവളോട് സ്തോത്രം ഒരല്പം വെള്ളം ചോദിക്കുമ്പോൾ, സ്തോത്രം, അവൾ പറയുന്നൊരു വാക്കിതാണ്, സ്തോത്രം, വെള്ളമെടുക്കുവാൻ അകത്തേക്ക് കയറുമ്പോൾ അവളോട് പറഞ്ഞു, ഒരല്പം ആടയും ആഹാരം കൂടെ തരണമെന്ന് പറയും. അപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്കൊരല്പം ആഹാരമുണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ അത് കഴിച്ചിട്ട് ഞാനും എൻ്റെ കുഞ്ഞും മരിക്കാൻ തീരുമാനിച്ചിരിക്കുക എന്ന് വെച്ചാൽ നോക്കണം, മരണത്തിനു വേണ്ടിയുള്ള ആഗ്രഹം, രക്ഷപ്പെടാനുള്ള ആഗ്രഹമല്ല. എന്നാൽ സ്തോത്രം, അവിടെ ഭക്തനായ സ്തോത്ര പ്രവാചകനായ സ്തോത്ര എലിയാവ് പറയുകയാണ്, സ്തോത്രം, നീയും നിന്റെ കുടുംബവും മരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആദ്യമുണ്ടാക്കുന്ന അട എനിക്ക് താ. സ്തോത്രം, ഹല്ലേലൂയ. നോക്കണം, ആ ഭക്തൻ ആ ഭവനത്തിലേക്ക് കയറി ചെല്ലുന്നത്, സ്തോത്രം, ആ കുടുംബത്തിന്റെ മരണം മാറുകയാണ്, അവിടെ വലിയൊരു പ്രതീക്ഷ വരികയാണ്, ഒരു പ്രത്യാശ വരികയാണ്, ജീവിക്കാനുള്ളൊരു ആശ വരികയാണ്, മുൻപോട്ട് പോകുവാനുള്ള ഒരു ചിന്ത അവരിൽ ഗ്രഹിക്കുക. ഇങ്ങനെ എത്ര ഉദാഹരണം എനിക്ക് ഇവിടെ അകത്ത് നിന്ന് പറയുവാനുണ്ടാകും. ദൈവമക്കളെ, സ്തോത്രം, ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പം ശുഭകരമായ ചിന്തകളാണ് വരുന്നത്. സ്തോത്രം, അപ്പോസ്തലനായ പൗലോസ് കൊലപാതകിയായ ഹല്ലേലൂയ സ്തോത്രം ആരെയും നിഷ്ഠൂരമായി കൊല്ലുന്നവനായിരുന്നു.
എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ്റെ മാറിയ മാറ്റം നമുക്കറിയാം. അവൻ്റെ ചിന്തകൾക്ക് മാറ്റം വന്നതറിയാം, അവൻ്റെ വിചാരങ്ങൾക്ക് മാറ്റം വന്നതറിയാം. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ മാറും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചിന്തകൾ മാറും. വർധനവിന് വേണ്ടി ചിന്തിക്കും, ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി ചിന്തിക്കും, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കും. അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ. യേശുവിൻ്റെ അടുക്കൽ, ഹല്ലേലൂയ, സ്തോത്രം, അടുത്തു വന്ന് സ്തോത്രം, ആ നല്ല ചിന്തകളെ, നല്ല ആഗ്രഹങ്ങളെ, ഉയർച്ചയുടെ ചിന്തകളെ ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഈ വാക്ക് ഇവിടെ നിർത്തുക. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത ദിവസം, ഹല്ലേലൂയ, അതിൻ്റെ തുടർമാന ഭാഗം ചിന്തിക്കുവാൻ ഇടയായി ചേരട്ടെ. സ്തോത്രം. വിശ്വാസം വർദ്ധിക്കേണ്ടതിന് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഇന്നത്തെ പകൽക്കാലം നല്ലത് ചിന്തിക്കുവാൻ, നല്ലത് ആഗ്രഹിക്കുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, യേശുവിൻ്റെ അടുക്കൽ വന്നാൽ കഴിയും. അങ്ങനെ ഹല്ലേലൂയ ചിന്തിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾക്ക്, ഹല്ലേലൂയ, സ്തോത്ര, പ്രഭാതത്തിൽ ധ്യാനിക്കുവാനിടയായി തീർന്നല്ലോ. ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ പിതാവേ, നിത്യനായ കർത്താവേ, അങ്ങയുടെ അടുക്കൽ ആര് വന്നാലും കർത്താവരുടെ ചിന്തകൾ മാറും, അവരുടെ ജീവിത ശൈലികൾ മാറും, അവരുടെ വിചാരങ്ങൾ മാറും. കർത്താവ് ഉയർച്ചയ്ക്ക് വേണ്ടിയും ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയും ഹല്ലേലൂയ ചിന്തിക്കുവാൻ തുടങ്ങും. കർത്താവെ, അങ്ങനെയുള്ള നല്ല ചിന്തകളെയും നല്ല ആഗ്രഹങ്ങളെയും, കർത്താവെ, സ്തോത്രം, നല്ല പ്രവർത്തികളെയൊക്കെ ചെയ്യുവാൻ അങ്ങയുടെ അടുക്കൽ വന്നാൽ ലഭിക്കുമെന്ന ചിന്ത ഞങ്ങൾക്ക് തന്നതോർത്തു സ്തോത്രം. ആ ആഗ്രഹങ്ങൾ, ആ ചിന്തകൾ ജനത്തിന്റെ ഹൃദയത്തിൽ കൊടുക്കണമേ. മാത്രമല്ലപ്പാ, ആരെങ്കിലും ഒരാൾ കർത്താവെ, സ്തോത്രം, ഹല്ലേലൂയ, മരിക്കണം, തകരണം, നശിക്കണം, ഹല്ലേലൂയ, കർത്താവെ, ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങയുടെ അടുക്കൽ വന്നിരുന്ന് കർത്താവെ, നല്ല ചിന്തകളെ, ശുഭതയുടെ ചിന്തകളെ അവരുടെ ഉള്ളിൽ കൊടുത്ത് അവരെ ധൈര്യപ്പെടുത്തി എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് വചന നിമിത്തം ഇടയാകണമേ എന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. ഞങ്ങൾക്കായി ചുമച്ച സുവിശേഷ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കണേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനം തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.